പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ക്ലാസ് 9-ലെ ഗണിതത്തിലെ ഒന്നാമത്തെ അധ്യായമായ സമവാക്യ ജോഡികളുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. ആദ്യത്തെ 2 വീഡിയോകളിൽ നമ്മൾ സമവാക്യ ജോഡികൾ എന്താണ് എന്നും 1-2 ഉദാഹരണങ്ങളും ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കണ്ടെത്താം അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ 1-2 കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇനിയുള്ള 1-2 വീഡിയോകളിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 8. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഓൾറെഡി അതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. വലുതേത് ചെറുതേത്? ഓക്കെ, അപ്പോൾ ചോദ്യം എഴുതിക്കോളൂ. 2 സംഖ്യകളിൽ വലുത് ചെറുതിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. അഞ്ച് മടങ്ങ് കൂടുതലാണ്. വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ മുപ്പത്തിരണ്ട് കിട്ടും. സംഖ്യകൾ ഏവ? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ 2 രീതിയിലും ഇവിടെ നമ്മൾ ഇത് സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ രീതി 1. നമുക്ക് ഈ അധ്യായത്തിലെ രീതി ആദ്യം ഉപയോഗിച്ച് ചെയ്യാം. സമവാക്യ ജോഡികൾ ഉപയോഗിച്ച്. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതി എന്താണ്? ഒരു ചരം ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ രീതിയായ സമവാക്യ ജോഡികൾ നമുക്ക് നോക്കാം. 2 സംഖ്യകൾ, അപ്പോൾ വലിയ സംഖ്യയുണ്ട്, ചെറിയ സംഖ്യയുണ്ട്. പിന്നെ ഇവിടെ അപ്പോൾ നമുക്ക് ചെറിയ സംഖ്യ x എന്നെടുക്കാം. ചെറിയ സംഖ്യ x, വലിയ സംഖ്യ y. ഇനി ഒന്നാമത്തെ നിബന്ധന നോക്കൂ. 2 സംഖ്യകളിൽ വലുത് ചെറുതിനേക്കാൾ 5 മടങ്ങാണ്. അതായത് വലിയ സംഖ്യ y, ചെറിയ സംഖ്യ
എക്സിനേക്കാൾ 5 ഇരട്ടിയാണ്. അതായത് 5x ആയിരിക്കും. അപ്പം നമുക്ക് ഒന്നാമത്തെ നിബന്ധന അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? y സമം 5x എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സമവാക്യം 1. ഇത് നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ഒന്നാമത്തെ നിബന്ധനയിൽ നിന്ന്. ഓക്കെ, കണ്ടീഷൻ എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ 32 കിട്ടും. അപ്പം നമുക്ക് വലുതിൽ നിന്നും അപ്പം നമുക്ക് രണ്ടാമത്തെ നിബന്ധനയിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? y മൈനസ് എക്സ്, വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ 32 കിട്ടും. ഇതാണ് നമ്മുടെ സമവാക്യം 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ സമവാക്യത്തിൽ നോക്കൂ, yക്ക് 5x എന്നാണ്. അത് രണ്ടാമത്തെ നിബന്ധനയിൽ ഇട്ടാൽ നമുക്ക് എന്താണ്? അതിനെ ലഘൂകരിക്കാമല്ലോ. അപ്പോൾ y സമം 5x എന്ന് സമവാക്യം 2ൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇടുക. ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? y സമം yക്ക് പകരം 5x ഇടുക. അപ്പം നമുക്കിവിടെ 5x മൈനസ് എക്സ് സമം 32. ഇനി 5x മൈനസ് എക്സ് എത്രയാ? 4x സമം 32. എക്സ് സമം 32/4. എക്സ് സമം 8. അപ്പോൾ ഒരു സംഖ്യയായില്ലേ? ചെറിയ സംഖ്യ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? എക്സ് സമം 8 എന്ന് സമവാക്യം 1ൽ ഇട്ടാൽ എന്ത് കിട്ടും? y സമം 5 × 8. y സമം 40. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചെറിയ സംഖ്യ 8 കിട്ടി, വലിയ സംഖ്യ 40 കിട്ടി. ഇനി രണ്ട് നിബന്ധനകളും പാലിക്കുന്നുണ്ടോ നോക്കൂ. y 40 അതെന്ന് പറഞ്ഞാൽ 5 × 8 ആണ്. ഇനി 40ൽ നിന്നും 8 കുറച്ചാൽ 32. അപ്പോൾ രണ്ട് നിബന്ധനകളും ഇവിടെ പാലിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? ആയതുകൊണ്ട് ചെറിയ സംഖ്യ എട്ടും വലിയ സംഖ്യ 40 ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ രണ്ടാമത്തെ രീതി വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ചരം ഉപയോഗിച്ച് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ സംഖ്യ x ആക്കി എടുക്കാം. ചെറിയ സംഖ്യ x ആയാൽ നമുക്ക് രണ്ടാമത്തെ നിബന്ധനയിൽ നിന്നും വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32 കിട്ടും. ഓക്കെ, അതായത് വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ 32 കിട്ടും.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്ന് 32 കുറച്ച് കഴിഞ്ഞാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ നമുക്ക് 32 എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒന്നാമത്തെ കണ്ടീഷനിൽ പറയുന്നത് എന്താണ്? വലുത് എന്ന് പറയുന്നത് ചെറുതിൻ്റെ 5 ഇരട്ടിയാണ്. ഇതാണ് രണ്ട് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഒരു ചരം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചെറിയ സംഖ്യ x ആയാൽ വലിയ സംഖ്യ 5 മടങ്ങാണ്. 5x ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ നിബന്ധന. വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറുതിൻ്റെ 5 ഇരട്ടി. ഇനി വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ 32. അതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ വലുതിൻ്റെ ഇനി നമുക്കറിയാം, വലുത് മൈനസ് ചെറുത് എന്ന് പറയുമ്പോൾ 32 ആണ്. ഇനി വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? 5x മൈനസ് ചെറിയ സംഖ്യ x സമം 32. 5xൽ നിന്നും ഒരു x പോയാൽ 4x സമം 32. അപ്പോൾ x സമം 32/4. അപ്പോൾ 8 കിട്ടും. ഇനി എന്ത് ചെയ്യാം? x സമം 8 ആയാൽ വലിയ സംഖ്യ സമം 5 × 8 സമം 40 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചെറിയ സംഖ്യ 8ഉം വലിയ സംഖ്യ 40ഉം ആയിരിക്കും. ആയതുകൊണ്ട് ചെറിയ സംഖ്യ 8ഉം വലിയ സംഖ്യ 4 അല്ല 40. നേരത്തെ എഴുതിയപ്പോൾ നമുക്ക് തെറ്റ് പറ്റിയതാണ്. ഓക്കെ, 40ഉം ആണ്. ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 9. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അത് നമുക്ക് ഭിന്നസംഖ്യ ഏത്? ഓക്കെ, അതാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഇവിടെ ചോദ്യം നമുക്ക് എഴുതാം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ ഒന്നേ ബൈ 2 കിട്ടി. ഛേദത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ
1/3 കിട്ടി. ഏതാണ് ഭിന്നസംഖ്യ? ഓക്കെ, ഇതാണ് ചോദ്യം. ഒരു ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, അംശവും ഛേദവും. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ അംശം ബൈ ഛേദം, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഭിന്നസംഖ്യേനെ എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഈ ചോദ്യം നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. അതായത് നമ്മൾ ഒരു ഭിന്നസംഖ്യ ഉണ്ട് നമ്മുടെ കയ്യിൽ, അംശം ബൈ ഛേദം എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയുണ്ട്. അതിൽ ഈ അംശത്തിനോട് ഒന്ന് കൂട്ടുന്നു, അപ്പോൾ അത് അംശം പ്ലസ് 1 ആയി മാറും. അപ്പോൾ അംശം പ്ലസ് 1 ബൈ ഛേദം അത് എത്രയാണ്? അതിനെ ലഘൂകരിച്ച് കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആയിരിക്കും. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, ഛേദത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഞാൻ നിബന്ധന 1 നമുക്ക് വലതുവശത്ത് അംശം പ്ലസ് 1 ബൈ ഛേദം, ഇതിനെ ലഘൂകരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1/2 കിട്ടും. ഇതാണ് നിബന്ധന 1. ഓക്കെ, നിബന്ധന 2 എന്താണ് പറയുന്നത്? ഛേദത്തിനോട് ഒന്നുകൂടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. അപ്പോൾ ഇവിടെ അംശത്തിൽ മാറ്റില്ല, അംശം ബൈ ഛേദം പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1/3 കിട്ടും. ഇതാണ് തന്നിരിക്കുന്ന രണ്ട് നിബന്ധനകൾ. ഈ രണ്ട് നിബന്ധനകൾ ഉപയോഗിച്ചിട്ട് ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം. ഈ ചോദ്യത്തിൽ അംശവും ഛേദവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് തന്നിട്ടില്ല. നേരത്തെ ഉദാഹരണം നോക്കൂ. നേരത്തെ ഉദാഹരണത്തിൽ വലിയ സംഖ്യ ചെറിയ സംഖ്യയുടെ 5 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പത്തെ ഉദാഹരണങ്ങളിലും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് അംശവും ഛേദവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാത്തത് കൊണ്ട് ഒരു ചരം ഉപയോഗിച്ച് നമുക്ക് ഇതിനെ പരിഹരിക്കാൻ പറ്റില്ല. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഈ അധ്യായത്തിലെ രീതി, അതായത് സമവാക്യ ജോഡികൾ ഉപയോഗിച്ച് രണ്ട് ചരങ്ങൾ ഉപയോഗിച്ചുള്ള രീതി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ആദ്യം നമുക്ക് അത് എഴുതിയതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട്
ഒരു ചരം മാത്രം ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താനാവില്ല. ഓക്കെ. അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമവാക്യ ജോഡികൾ ഉപയോഗിച്ച് ഭിന്നസംഖ്യ കണ്ടെത്താം. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഭിന്നസംഖ്യ അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതിന് അംശവുമുണ്ട് ഛേദവുമുണ്ട്. അംശത്തെ നമുക്ക് എക്സ് ആക്കി എടുക്കാം, ഛേദത്തെ നമുക്ക് വൈ ആക്കി എടുക്കാം. ഓക്കെ. എന്നിട്ട് ഒന്നാമത്തെ നിഗമനത്തിൽ നിന്നും നമുക്ക് എന്തെഴുതാം? അംശം എക്സ് എന്നല്ലേ പറഞ്ഞേ. ഞാനിവിടെ ആദ്യം ജസ്റ്റ് എഴുതാം, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പോൾ ഭിന്നസംഖ്യ എക്സ് ബൈ വൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാമത്തെ നിഗമനത്തിൽ നിന്നും എക്സ് പ്ലസ് 1 ബൈ വൈ സമം 1/2 എന്ന് കിട്ടും. രണ്ടാമത്തെ നിഗമനം അല്ലെങ്കിൽ നിഗമനം എന്നത് നിബന്ധനയിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? എക്സ് ബൈ വൈ പ്ലസ് 1 സമം 1/3 എന്ന് കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ തന്നിരിക്കുന്ന നിബന്ധനകളിൽ നിന്നും, അല്ലെങ്കിൽ നിഗമനം, അതായാലും കുഴപ്പമില്ല, നിബന്ധനകളിൽ നിന്നും താഴെ തന്നിരിക്കുന്ന രണ്ട് സമവാക്യങ്ങൾ എഴുതാം. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നാമത്തേത് ഞാൻ ഇടതുവശത്തും രണ്ടാമത്തെ ഞാൻ വലതുവശത്തുമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് അംശം പ്ലസ് 1/ഛേദം സമം 1/2. ഓക്കെ. അതാണ് ഒന്നാമത്തെ നിബന്ധന. അപ്പം ഞാനത് എടുക്കാം ഇവിടെ. അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ബൈ വൈ സമം 1/2 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ രണ്ട് ഭിന്നസംഖ്യകൾ അതിൻ്റെ ലഘൂകരിച്ച രൂപം തുല്യമാണെന്ന് പറയുന്നു. അതായത് ഇതിപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം. 1/2 സമം 2/4. ഇത് ശരിയാണോ?
ഇത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലഘൂകരിച്ച രൂപമാണ്. ഇനി വലതുവശത്തുള്ളത് ലഘൂകരിച്ച രൂപം അല്ല. കാരണം എന്താ? ഇവിടെ അംശത്തിനെ എനിക്ക് 2 കൊണ്ട് ഹരിക്കാം, ഛേദത്തിനെയും 2 കൊണ്ട് ഹരിക്കാം. അപ്പം അംശത്തെ ഞാൻ 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 2നെ 2 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 1ഉം ശിഷ്ടം 0 ആയിരിക്കും. അപ്പം നമുക്ക് ഇതിനെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് 1 എന്ന് എഴുതാൻ പറ്റും. 4നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 2/4നെ നമുക്ക് ലഘൂകരിച്ചു കഴിഞ്ഞാൽ 1/2 തന്നെ കിട്ടും. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. ഓക്കെ. അപ്പോൾ 2/4ൻ്റെ ലഘൂകരിച്ച രൂപമാണ് 1/2. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ 1നെ ഇവിടുത്തെ ഈ അംശത്തെ മറ്റതിൻ്റെ ഛേദം കൊണ്ട് ഗുണിക്കുക. ഇങ്ങനെ. അപ്പുറത്ത് എന്ത് ചെയ്യുക? രണ്ടാമത്തതിൻ്റെ അംശത്തെ ഒന്നാമത്തതെ ഛേദം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടെ 4 എന്ന് കിട്ടി, ഇവിടെ 4 എന്ന് കിട്ടി. അത് തുല്യമായിരിക്കും. ഓക്കെ. അപ്പോൾ 2 ഭിന്നസംഖ്യകൾ തുല്യം എന്ന് പറഞ്ഞാൽ 2 ഭിന്നസംഖ്യകൾ തുല്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ അംശം ഗുണിക്കണം രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം. അത് എന്തിന് തുല്യമായിരിക്കും? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശം ഗുണിക്കണം ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം. ഇങ്ങനെയായിരിക്കും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ അംശം എന്ന് പറഞ്ഞാൽ x+1 ആണ്. x+1. അതിനെ ഞാൻ എന്ത് ചെയ്യാണ്? രണ്ടാമത്തതിൻ്റെ ഛേദം കൊണ്ട് ഗുണിക്കുകയാണ്. × 2 സമം രണ്ടാമത്തെ സംഖ്യയുടെ ഭിന്നസംഖ്യയുടെ അംശം ഗുണിക്കണം ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടും? x ഗുണം 2. ഇത് ശ്രദ്ധിക്കുക, ഈ ബ്രാക്കറ്റിന് ഉള്ളിലുള്ള എല്ലാത്തിനെയും ഗുണിക്കണം. അപ്പോൾ x ഗുണിക്കണം 2 2x പ്ലസ് 1 ഗുണം 2 2 സമം 1 × y. ഇത് നമുക്ക് ഇങ്ങനെ എഴുതും. അതായത് 2x + 2 സമം y എന്നുള്ളതിനെ y സമം 2x + 2 എന്നും എഴുതാം. ഓക്കെ. ഇത് നമുക്ക് ഇവിടെ കിടക്കട്ടെ. ഇതിനെ നമുക്ക് ഒന്നാമത്തെ സമവാക്യമായിട്ട് എഴുതാം. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ഭിന്നസംഖ്യകൾ തുല്യമെന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യയുടെ ലഘൂകരിച്ച രൂപമായിരിക്കും രണ്ടാമത്തേത്. ഓക്കെ. അതായത് ലഘൂകരിച്ച രൂപങ്ങൾ രണ്ടിൻ്റെയും തുല്യമായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തേതിൻ്റെ അംശം ഗുണിക്കണം രണ്ടാമത്തതിൻ്റെ ഛേദം സമം രണ്ടാമത്തതിൻ്റെ അംശം ഗുണിക്കണം ഒന്നാമത്തതിൻ്റെ ഛേദം എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ നിബന്ധന വെച്ച് എന്ത് കിട്ടുമെന്ന് നോക്കാം. രണ്ടാമത്തെ നിബന്ധനയിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ.
ഛേദത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിക്കണം. അപ്പം നമുക്ക് അംശം ബൈ ഛേദം പ്ലസ് 1 സമം 1/3 എന്ന് എഴുതാം. ഓക്കെ. അത് ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ. ഇത് നമ്മുടെ നിബന്ധന 1. ഇത് നിബന്ധന 2. അപ്പോൾ അംശം ബൈ ഛേദം പ്ലസ് 1 സമം 1/3. ഇതിനെ നമുക്കിനി എങ്ങനെ എഴുതാം? അംശത്തിന് നമ്മൾ x എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഛേദത്തിന് y എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ x ബൈ y പ്ലസ് 1 സമം 1/3. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തേതിൻ്റെ അംശം ഗുണിക്കണം രണ്ടാമത്തേതിൻ്റെ ഛേദം സമം രണ്ടാമത്തേതിൻ്റെ അംശം ഗുണം ഒന്നാമത്തെ ഛേദം. അപ്പം അത് ബ്രാക്കറ്റ് ഉപയോഗിക്കുക, കാരണം ഒന്നിൽ കൂടുതൽ ഉണ്ട്. അപ്പോൾ x ഗുണം 3 എന്ന് പറയുമ്പോൾ 3x ആണ്. ഇവിടെ ഒന്നിനെ ബ്രാക്കറ്റിലുള്ള എല്ലാവരുമായിട്ട് ഗുണിക്കണം. 1 ഇൻറ്റു y, y ആയിരിക്കും. പിന്നെ പ്ലസ് 1 ഗുണിക്കണം 1, 1. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സമവാക്യം 2 എന്ന് എഴുതാം. ഓക്കെ, 2 സമവാക്യം നമുക്ക് കിട്ടി. ഒന്നാമത്തെ സമവാക്യത്തിൽ നമുക്ക് y എന്ന് പറയുന്നത് 2x പ്ലസ് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഉപയോഗിച്ചാലോ? അപ്പോൾ നമുക്ക് ഇത് ഒരു ചരമുള്ള സമവാക്യമായി മാറും. അത് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് y സമം 2x പ്ലസ് 2 എന്ന് സമവാക്യം 2-ൽ ഉപയോഗിച്ചാൽ കാരണം ഇവിടെ y എന്താണെന്ന് നമുക്കറിയാം, അതെടുത്തിട്ട് ഇവിടെ കൊണ്ടിടാം. അപ്പോൾ അത് സമവാക്യം 2-ലെ x മാത്രമായിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3x സമം 2x പ്ലസ് 2 പ്ലസ് 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം? 3x സമം 2x പ്ലസ് 2 പ്ലസ് 1 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിനൊക്കെ ഇടത്തേക്ക് കൊണ്ടുവരാം. 3x മൈനസ് 2x സമം 3. അപ്പോൾ 3xൽ നിന്നും 2x പോയാൽ എത്രയാ? x സമം 3. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? x കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് y കണ്ടുപിടിക്കാം. ഇനി നമുക്ക് x സമം 3 എന്ന് സമവാക്യം
ഒന്നിൽ ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? y സമം 2 ഗുണിക്കണം 1 പ്ലസ് 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y സമം 2 പ്ലസ് 2. അയ്യോ, x നമുക്ക് 3 കിട്ടി. x സമം 3 എന്ന് സമവാക്യം 1 ഉപയോഗിച്ചാൽ y സമം, ഇവിടെ തെറ്റി, 2 ഗുണിക്കണം x എത്രയാ? 3 ആണ്, പ്ലസ് 2. അപ്പോൾ y സമം 2 ഗുണിക്കണം 3 എത്രയാണ്? 6 ആണ്. ഓക്കെ, 6 പ്ലസ് 2. അപ്പോൾ എന്ത് കിട്ടും? y സമം 8. ഓക്കെ, അപ്പോൾ x സമം 3 എന്ന് സമവാക്യം 1-ലാണ് ഉപയോഗിക്കുന്നത്. സമവാക്യം 1-ൽ y സമം 2 ഇൻറ്റു എക്സ് 3, ഇത് ഇത്രയും ഒരു ഭാഗമാണ്, പ്ലസ് 2. അപ്പോൾ y 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ കിട്ടിയില്ലേ? എക്സും വൈയും കിട്ടി. ആയതുകൊണ്ട് നമുക്ക് ഭിന്നസംഖ്യ എന്താക്കി എഴുതാം? ആയതുകൊണ്ട് ഭിന്നസംഖ്യ 3/8 ആയിരിക്കും. ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ചെക്ക് ചെയ്ത് നോക്കാം. അംശത്തിനോട് 1 കൂട്ടി, അംശത്തിനോട് 1 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 3 പ്ലസ് 1 4, 4/8. ഇപ്പം നേരത്തെ പറഞ്ഞു, 4-ന് 2 നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് കിട്ടും. ഇതിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. ഇതിനെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 2-നെ 2 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 1, ഇവിടെ 2. അപ്പോൾ എന്ത് കിട്ടി? അവസാന ഉത്തരം. ഇനി ഇതിന് ലഘൂകരിക്കാൻ പറ്റില്ല. അപ്പോൾ 4/8-ൻ്റെ ലഘൂകരിച്ച രൂപമാണ് 1/2. അത് ശരിയാണ്. ഈ രണ്ടാമത്തെ നിബന്ധന നോക്കൂ. അംശം അതുപോലെ തന്നെ എടുത്തെഴുതണം. 3 ഛേദം എന്ന് പറഞ്ഞാൽ എത്രയാ? 8 അല്ലേ? 8 പ്ലസ് 1 അതെന്ന് പറയുമ്പോൾ 3/9 എന്ന് കിട്ടും. ഇവിടെ 3 കൊണ്ട് നമുക്ക് എന്ത് ഹരിക്കാം? 3-നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. 9-നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന് കിട്ടും. അപ്പോൾ ലഘൂകരിച്ച രൂപം 1/3. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ 2 നിബന്ധനകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ശരിയാണ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ വീഡിയോയുടെ ലെങ്ത് ഏകദേശം 40 മിനിറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.
ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് തരാം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ 10-ാമത്തെ പേജിലുള്ള ഒന്നാമത്തെ ചോദ്യം. പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്? ബാഗിൻ്റെയോ? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി കമൻറ്റ് ചെയ്യുക. ഉത്തരം നമ്മൾ അടുത്ത വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അതേ പേജിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ട് സംഖ്യകളുടെ തുക 26-ഉം വ്യത്യാസം 4-ഉം ആണ്. സംഖ്യകൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ വീഡിയോ 2-ൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ 2-ലെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു.